അമൃത മിസ് ആണ്. അപ്പൊ ഈ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തൊരു ചോദ്യം അത്, അല്ലേ? ഒരു വൃത്തിയില്ലാതെ വെട്ടി ഒട്ടിച്ച പോലെയൊക്കെ തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക്, അല്ലേ? ഇത് വേറെ ഒന്നുമല്ല മക്കളെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സാമിന് വന്നിട്ടുണ്ട്. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തൊരു കാര്യമാണ്, പക്ഷെ എക്സാമിന് കഴിഞ്ഞ 2 പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണിത്. ഇത് ഇങ്ങനെയല്ലെങ്കിൽ വേറൊരു രീതിയിൽ നിങ്ങളോട് ചോദിക്കും. അപ്പൊ നിർബന്ധമായും പഠിച്ചിരിക്കുക. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഇവിടെ നോക്കുക, ചോദ്യം ഇത്രയേ ഉള്ളൂ. ഡ്രോ പിക്ചർ ടു ഇൻഡിക്കേറ്റ് 1/4 into 1/3. റൈറ്റ് ദ പ്രൊഡക്റ്റ്. നമ്മളോട് ചിത്രം വരച്ച് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. 1/4 into 1/3. ഇത് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. 1/4 into 1/3. എന്താണ് ഇതിന്റെ ഉത്തരം? നമുക്കറിയാം, മുകളിലുള്ള ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുക, താഴെയുള്ള ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 1 into 1 വരും, 4 into 3 വരും. ഉത്തരം എന്ന് പറയുന്നത് 1/12 ആണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് എങ്ങനെ ചിത്രം വരച്ച് പറയും? സ്റ്റെപ്പ് നമ്പർ 1, നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങൾ ഒരു റെക്ടാങ്കിൾ അല്ലെങ്കിൽ ഒരു ചതുരം വരയ്ക്കണം. മിസ്സേ, ചതുരത്തിന് നീളം വീതിയും ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ ഒരു ചതുരം വരച്ചാൽ മതി. എന്നിട്ട് അതിനെ ഒന്നാമത്തെ ഭിന്നസംഖ്യയായ 1/4 മാർക്ക് ചെയ്യണം. ഇതില് 1/4 മാർക്ക് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ നമ്മൾ വരച്ച റെക്ടാങ്കിളിനെ 4 കഷ്ണമാക്കി മുറിക്കണം. ഇതാ 4 എന്നല്ലേ ഉള്ളത്, 4 കഷ്ണമാക്കി മുറിക്കുക. നോക്കണേ, 1, 2, 3 and 4. 4 തുല്യ കഷ്ണങ്ങളാക്കി മുറിക്കുക. ഞാൻ വരച്ചപ്പോൾ ചിലപ്പോൾ തുല്യമല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. നിങ്ങൾ തോന്നൽ മാത്രമാണ്. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഒക്കെ ശരിയായി. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ആദ്യം റെക്ടാങ്കിൾ വരച്ചു, അതിനെ 4 തുല്യ കഷ്ണങ്ങളാക്കി. എന്തിനാ 4 ആക്കിയത്? 1/4 മാർക്ക് ചെയ്യാനാണ്. അപ്പൊ 4 കഷ്ണമാക്കി. അതിൽ ഒരു ഭാഗത്തിന് ഞാൻ കളർ കൊടുത്താൽ അത് എന്തായിട്ട് മാറും? 1/4 ആയിട്ട് മാറും. അപ്പൊ ഇതാണ് 1/4. ഞാൻ 1/4 മാർക്ക് ചെയ്തു. നോക്കണേ, ഞാൻ ഇവിടെ ഇത് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് എന്തായിട്ട് മാറി? 1/4 ആയിട്ട് മാറി. 1/4 ആയിട്ട് മാറി. നമുക്ക് കുറച്ചുകൂടെ കളർ മാറ്റാം. 1/4. ഇനി എനിക്ക് എന്ത് ചെയ്യണം? അടുത്തതാരാ? 1/3 ആണ്. 1/4 മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് 1/3 മാർക്ക് ചെയ്യണം. 1/3 മാർക്ക് ചെയ്യാനായിട്ട് ഞാൻ ചെയ്യുന്നത് 1/3 മാർക്ക് ചെയ്യുവാണ്. ഇതിനെ ഇങ്ങനെ 3 കഷ്ണങ്ങളാക്കി മുറിക്കണം. 3 കഷ്ണങ്ങളാക്കി മുറിച്ചു. അതിൽ ഒരു ഭാഗത്തിന് നമ്മൾ ഷെയ്ഡ് കൊടുക്കണം. അപ്പൊ ഈ കാണിച്ചിരിക്കുന്നത് ഇത് 1/3 ആണല്ലേ? 1/3. അതായത് മൊത്തം ഉള്ളതിനെ ആദ്യം 4 കഷ്ണമാക്കി. അതിൽ ഒരു ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്തു? പിന്നെയും 3 കഷ്ണമാക്കി. ഈ ഒരു ഭാഗം കണ്ടോ? ഇത് എന്ന് പറയുന്നതാണ് 1/12. ഈ കളർ ചെയ്തിരിക്കുന്ന ഭാഗമാണ് 1/12. സംശയം ഉണ്ടാകും, എണ്ണി നോക്കിക്കോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഇത് മൊത്തം 12 ഭാഗമാണ്. അതിൽ ഒരു ഭാഗമാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് 1/12. ഇനി എക്സാമിന് ഇത് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആദ്യം 1/4 ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക, 4 ഭാഗമാക്കുക. എന്നിട്ട് അതിനെ നിങ്ങൾ 1/3 ആക്കുക, അതായത് 3 ഭാഗമാക്കുക. അതിൽ ഒരു ഭാഗം നിങ്ങൾ ഷെയ്ഡ് ചെയ്യുക. സോ ദാറ്റ് ഈസ് 1/12. അങ്ങനെയാണ്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. 1/2 into 1/3 നിങ്ങൾ എങ്ങനെ ചെയ്യും? കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു റെക്ടാങ്കിൾ വരയ്ക്കണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? 2 കഷ്ണമാക്കി മുറിക്കണം. അപ്പൊ എന്തായി? 1/2 ആയി. 1/2 ആയി. ഇത് 1/2. ഇനി ഈ 1/2നെ നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെയും 3 കഷ്ണമാക്കി മുറിക്കണം. 3 കഷ്ണമാക്കി മുറിച്ചു. എന്നിട്ട് അതിൽ ഒരു ഭാഗത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു? കളർ കൊടുക്കുന്നു. അപ്പൊ ഇതാണ് എന്റെ ആൻസർ. ഇതാണ് എന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഇതാണ് എന്റെ ഉത്തരം. ഇത് എത്രയാണെന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ. ഇത് എത്രയാണ് എന്നുള്ളത് നിങ്ങൾ പറയണം. അയ്യോ പോയോ? ഇത് എത്രയാണെന്നുള്ളത് നിങ്ങൾ പറയാം. ആൻസർ എത്രയാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും അടിപൊളിയായിട്ട് ഈ ഒരു ചാപ്റ്ററിലെ ഈ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായും പഠിച്ചിരിക്കുക. എക്സാമിന് ഇത് പല രീതിയിൽ നിങ്ങളോട് ചോദിക്കും. എങ്ങനെ ചോദിച്ചാലും എന്റെ മക്കൾക്ക് പറയാൻ പറ്റുന്ന രീതിയിലായിരിക്കണം.